ഹായ് ഓൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. NHPCയിലേക്ക് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതൊരു നോൺ എക്സിക്യൂട്ടീവ് പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുള്ള അവസരമാണ്. എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കുള്ള അവസരങ്ങൾ ഒരു പക്ഷേ എഞ്ചിനീയേഴ്സിന് ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അത് ഗേറ്റ് ത്രൂ ആയിരിക്കും. രണ്ട് രീതിയിലും ഇപ്പോൾ എക്സാംസുകൾ PSUകൾ നടത്താറുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിനെ കുറിച്ചാണ്. NHPC അഥവാ നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ NHPCയിൽ ആർക്കെല്ലാമാണ് അവസരങ്ങൾ ഉള്ളത്, എന്തെല്ലാമാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. അപ്പോൾ NHPCയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ സിവിൽ S1 ഇതിൻ്റെ സാലറി പറഞ്ഞിരിക്കുന്നത് 29,600 മുതൽ 1,19,500 ഇതിൻ്റെ ഒരു പേ സ്കെയിൽ ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻ ഹാൻഡ് അത്യാവശ്യം നല്ലൊരു സാലറി നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ ഏജ് പറഞ്ഞിരിക്കുന്നത് 30 ഇയേഴ്സ് ആണ്. ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 109 വേക്കൻസീസാണ് വന്നിരിക്കുന്നത്. അതായത് ഇതൊരു മികച്ച അവസരമാണ്, ചെറിയൊരു നമ്പർ അല്ല ഇതിൽ വന്നിരിക്കുന്നത്. 109 വേക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനിൽ full time 3-year regular diploma in civil engineering from a government recognized institution with a minimum 60% mark or equivalent grade of for general and OBC ആണെങ്കിൽ അത് അങ്ങനെയാണ്. 50 മാർക്സ് 50% മാർക്സ് ഫോർ equivalent grade for SC ST or person with the benchmark disability. അപ്പോൾ ഇതിൽ ചെറിയൊരു ട്വിസ്റ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇങ്ങനെ ഡിപ്ലോമ ലെവൽ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിൽ എഞ്ചിനീയേഴ്സിനും അപ്ലൈ ചെയ്യാൻ അവസരം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹയർ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ലൈക്ക് BTech BE വിത്തൗട്ട് ദ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ദാറ്റ് ഈസ് ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഈസ് നോട്ട് എലിജിബിൾ ഓർ അലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് ഇവിടെ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സംശയമാണ്, ഇത് എന്താണ് ഡിപ്ലോമയുടെ ഒരു പോസ്റ്റ് BTechകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഈ കേസിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ്, BTech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം കൂടി പറയുകയാണ്, അതായത് നിങ്ങളിപ്പോൾ ഡിപ്ലോമ എടുത്തിട്ട് നിങ്ങൾ ലെറ്റ് വൈ BTech പിന്നീട് എടുത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, കാര്യം നിങ്ങളുടെ കയ്യിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഡിപ്ലോമ ഉണ്ട്. സോ ഡിപ്ലോമ ഇതിൽ മസ്റ്റ് ആണ് എന്നുള്ള കാര്യം. ഇതെല്ലാ ബ്രാഞ്ചിലും അങ്ങനെ കേട്ടോ, സിവിലും ഇലക്ട്രിക്കലും മെക്കാനിക്കലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കുള്ള ഏറ്റവും മികച്ച അവസരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോസ്റ്റാണ്. ഇത് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള പോസ്റ്റുകൾ, ഹയർ സാലറിയോട് കൂടി എഞ്ചിനീയേഴ്സിന് വരാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ എന്തായിരിക്കും ഗേറ്റ് ത്രൂ ആയിരിക്കും അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഇതേപോലെ പുതിയൊരു നോട്ടിഫിക്കേഷനിലൂടെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പല PSUകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരേ സമയം ഗേറ്റിലൂടെയും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എക്സ്ട്രാ അവർ സെപ്പറേറ്റ് എക്സാംസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, ഇവിടെയും സാലറി സ്കെയിൽ 29,600 മുതൽ 1,19,000 ഇതിൽ വന്നിരിക്കുന്ന ടോട്ടൽ വേക്കൻസി 46 വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ എഗെയിൻ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ ഗവൺമെൻറ് ഓർ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് 60% മാർക്ക്, അതായത് 60% മാർക്കുള്ള ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച അവസരങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് കൺസിഡർ ചെയ്യേണ്ടത്. മാത്രമല്ല ഇവിടെ കോമ്പറ്റീഷനിൽ BTechകാരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു അഡ്വാൻറ്റേജ് ആക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ എടുക്കുക. ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഒരിക്കലും ഈ അവസരം നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രിക്കലും സാമാന്യം നല്ല രീതിയിൽ വേക്കൻസീസ് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഹയർ ക്വാളിഫിക്കേഷൻ ഇന്നെലിജിബിൾ ആണ് എന്നുള്ള കാര്യം ഇവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും 49 വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഫുൾ ടൈം 3-year റെഗുലർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്കാണ് ജനറലിലും OBCക്കൊക്കെ വേണ്ടത്. അതല്ല 50% മതി എവിടെ SC ST ഓർ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക്. അപ്പോൾ ഇവിടെയും ഹയർ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡിപ്ലോമ കഴിഞ്ഞ, എക്സ്ക്ലൂസീവ്ലി ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഹയർ ആയിട്ട് ലെറ്റ് വൈ BTech എടുത്തവർക്കും അപ്ലൈ ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മികച്ച വേക്കൻസിയാണ്. അതായത് PSUകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു നവരത്ന സ്റ്റാറ്റസ് ഉള്ള കമ്പനി ആട്ടോ. ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നവരത്ന എൻ്റർപ്രൈസസിലാണ് ആ ഒരു സ്റ്റാറ്റസ് ഉള്ള കമ്പനി ആയതുകൊണ്ട് തന്നെ NHPC എന്ന് പറയുന്നത് ഏറ്റവും മികച്ച അലവൻസുകളും മികച്ച സാലറിയും മികച്ച വർക്കർ കൾച്ചറുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് എന്താ പറയുക കോർപ്പറേഷൻ തന്നെയാണ് NHPC എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ ജൂനിയർ എഞ്ചിനീയർ ENC ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ എഗെയിൻ അവിടെയും 17 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലും 17 ഒഴിവുകൾ വന്നിട്ടുണ്ട്. സെയിം പേ സ്കെയിൽ തന്നെയാണ്. 29,600 മുതൽ 1,19,500 വരെയുള്ള പേ സ്കെയിലാണ് ഇതിന് വരുന്നത് എന്ന കാര്യം മനസ്സിലാക്കി വെക്കാം.
സോ ഇത്രയുമാണ് പോസ്റ്റുകൾ ഡിഫറെൻറ്റ് കാറ്റഗറി. അപ്പം ഇലക്ട്രിക്കൽ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇവരെല്ലാവർക്കും വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്നത് സിവിലാണ്, 109 ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതേപോലെ രണ്ടാമത് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കലിൽ 49ഉം അതേപോലെ ഇലക്ട്രിക്കലിൽ 46ഉം അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 17ഉമാണ്. പ്രത്യേകം ഞാൻ പിന്നെയും എടുത്തു പറയുന്നു, അടിവരയിട്ട് പറയാണ്, ഈ പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ മാത്രം കോമ്പീറ്റ് ചെയ്യുന്ന എക്സാം ആയതുകൊണ്ട് ഈ സാധാരണ ഡിപ്ലോമക്കാർക്കുള്ള വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ കോമ്പീറ്റ് ചെയ്യേണ്ടി വരിക പലപ്പോഴും ബിടെക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളോടാണ്. ആ സമയത്ത് പല ഉദ്യോഗാർത്ഥികളും പിന്നോട്ട് പോകാറുണ്ട്, നല്ല വിജയം കരസ്ഥമാക്കാൻ കഴിയാതെ പോകാറുണ്ട്. കാരണം ബിടെക്കാർ കുറച്ചുകൂടി കോമ്പറ്റേറ്റീവായിട്ട് പഠിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് ഡിപ്ലോമ കഴിഞ്ഞ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്കുള്ള ഏറ്റവും മികച്ച അവസരങ്ങളിലൊന്നായിട്ട് ഇതിനെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ടെസ്റ്റ് സെൻറ്റേഴ്സ്, ഈ എക്സാമിൻ്റെ ടെസ്റ്റ് സെൻറ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലുള്ള ടെസ്റ്റ് സെൻറ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അഹമ്മദാബാദ് ഉണ്ട്, ബാംഗ്ലൂരു ഉണ്ട്, ഭോപ്പാൽ, ഭുവനേശ്വർ, ചണ്ഡീഗഡ്, ചെന്നൈ, ഡെറാഡൂൺ, ഡൽഹി, ഗാംഗ്ടോക്ക്, ഗുവാഹട്ടി, ഹൈദരാബാദ്, ഇറ്റാനഗർ, ജമ്മു, കൊൽക്കത്ത, ലക്നൗ, മുംബൈ, പൂനെ, ജയ്പൂർ ആൻഡ് റാഞ്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മലയാളികൾക്ക് നിയർ ബൈ ആയിട്ടുള്ളത് ചെന്നൈയും അതേപോലെ തന്നെ ബാംഗ്ലൂരുമാണ് ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സ് ആയിട്ടുള്ളത്. മേ ബി ചെന്നൈ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും സൗത്ത് ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ കേരളത്തിലൊക്കെ എക്സാം സെൻറ്റർ വന്നേക്കാം, നോട്ട് ഷുവർ. പക്ഷേ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എക്സാം സിറ്റീസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ സബ് സെൻറ്റേഴ്സ് ആയിട്ട് ചിലപ്പം കൊച്ചിയോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തൊക്കെ കാലിക്കറ്റൊക്കെ എന്ത് വന്നേക്കാം, എക്സാം സെൻറ്റേഴ്സ് വന്നേക്കാം. സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മലയാളികൾ സെലക്ട് ചെയ്യേണ്ട സിറ്റി ബാംഗ്ലൂരും ചെന്നൈയൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. ഇനി എക്സാംസിലേക്ക് നോക്കുകയാണെങ്കിൽ എക്സാം എന്ന് പറയുന്നത് 3 hours 180 minutes 200 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഈ 200 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസിനെ 3 പാർട്ടായിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആക്കി എടുത്തിട്ടുണ്ട്. പാർട്ട് 1 നമ്മൾ നോക്കുകയാണെങ്കിൽ 140 MCQ ഉണ്ടാവും. കൺസേൺഡ് ഡിസിപ്ലിൻ, അതായത് നിങ്ങൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ, സിവിൽ ആണെങ്കിൽ സിവിൽ, ആ രീതിയിൽ. പാർട്ട് 2 നോക്കുകയാണെങ്കിൽ 30 MCQ ഉണ്ടാവുക, അവിടെ ജനറൽ അവയർനെസ് ആണ് ഉണ്ടാവുക. പാർട്ട് 3 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് റീസണിങ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എക്സാംസിൻ്റെ അതായത് JEE പോസ്റ്റുകളിലേക്കുള്ള എക്സാം പാറ്റേൺ. അതായത് നിങ്ങളുടെ സ്ട്രീമിൽ നിന്ന് 140 ചോദ്യങ്ങൾ തന്നെ വരുന്നത് കൊണ്ട് അത് നന്നായിട്ട് പഠിക്കുക. അതോടൊപ്പം ജനറൽ അവയർനെസ്സും റീസണിങ് കൂടി അതിൻ്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എൻട്രിയിൽ നമ്മൾ NHPC ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ മുഴുവൻ സിലബസും, അതായത് ഈ പറഞ്ഞിരിക്കുന്ന കൺസേൺഡ് ഡിസിപ്ലിനും അതേപോലെ ജനറൽ അവയർനെസ്സും അതേപോലെ തന്നെ റീസണിങ്ങും കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള NHPC ബാച്ച് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താലും ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫോർ എവറി കറക്റ്റ് ആൻസർ 1 mark ഷാൽ ബി അവാർഡഡ്. ഫോർ എവറി റോങ് ആൻസർ ദ കാൻഡിഡേറ്റ് നെഗറ്റീവ് മാർക്കിംഗ് ഓഫ് 1/4 ആയിരിക്കും. 0.25 നെഗറ്റീവ് വരുന്നുണ്ട്, ഒന്ന് ശരിയായാൽ 1 mark ആയിരിക്കും. ഓക്കെ, ദെൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡേറ്റ്സിൻ്റെ കാര്യം കൂടി പറയുകയാണ്. അതായത് ഈ എക്സാമിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 2/9 സെപ്റ്റംബർ 2 തീയതിയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/10/2025 അപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ കേട്ടോ. 2/9 മുതൽ 1/10 വരെയുള്ള അല്ല കുറച്ച് സമയമുണ്ട് അല്ലേ, 2/9 മുതൽ 1/10/2025 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ അവസരം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് www.nhpcindia.com എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലൈ ത്രൂ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടൽ അവൈലബിൾ ആയിരിക്കും. അതിൽ കരിയർ സെക്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ഇമെയിൽ ID മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സൈറ്റ് സെർച്ച് ചെയ്യേണ്ടത് www.nhpcindia.com എന്ന് പറയുന്ന സൈറ്റിലാണ്. അവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടൽ അവൈലബിൾ, കരിയർ സെക്ഷനിലായിരിക്കും ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസ് മറ്റെല്ലാ ആപ്ലിക്കേഷൻസ് പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് ഡിപ്ലോമ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പോസ്റ്റാണ്. ബിടെക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ കോമ്പറ്റീഷനിൽ വരാത്തത് കൊണ്ട് തന്നെ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു മികച്ച അവസരമാണ് NHPCയിലുള്ളത്. അപ്പോൾ ഈ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഡിപ്ലോമ കഴിഞ്ഞ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ ഏറ്റവും വേഗത്തിൽ കേരളത്തിൽ എത്തിക്കുന്ന യൂട്യൂബ് ചാനലാണ് എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.